ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിതിങ്ങനെ 3 പാർട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആദ്യം വെജിറ്റബിൾ നോക്കാം. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കായ, ഒരു ചെറിയ പീസ് പച്ചക്കായ നീളത്തിൽ അരിഞ്ഞത് തൊലിയോടുകൂടെ, ഒരു ചെറിയ പീസ് ചേന, ഒരു ചെറിയ പീസ് പാവക്ക, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് വെള്ളരി, പിന്നെ ഒരു മുരിങ്ങക്കായ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു 9 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു 5 വെണ്ടക്ക, പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ ചിരവി എടുത്തത്, ഒരു സ്പൂൺ മല്ലി, ഒരു 4 തണ്ട് കറിവേപ്പില, 4 വറ്റൽമുളക്, ഒരു വെളുത്തുള്ളി മുഴുവനായി തൊലി കളഞ്ഞരിഞ്ഞത്, ഒരു പീസ് ഇഞ്ചി, ഒരു സ്പൂൺ കുരുമുളക്, ഒരു 1/4 സ്പൂൺ ജീരകം, കായം. പിന്നെ ഇത് പരിപ്പ് 120 ml കപ്പാണ്. അതിലൊരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. തോരൻ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം പച്ചക്കറി ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം പരിപ്പ് ക്ലീൻ ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ഇത്രയും വെള്ളം എടുത്താൽ മതി. അത് അടച്ചു വെച്ച് ഒരു 3 വിസിലിട്ട് കൊടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങേൻ്റെ കൂടെ തന്നെ ആ പ്ലേറ്റിൽ വെച്ച എല്ലാ സാധനങ്ങളും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക്, ജീരകം, വറ്റൽമുളക്, മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ഇത് ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെണ്ടക്ക ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ട ചെറുതായി വഴറ്റി വരുമ്പോൾ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. വെണ്ടക്കയും ഉള്ളിയും വാട്ടിയതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ തേങ്ങ വറുത്തെടുത്താലും മതി. ഞാനിത് പെട്ടെന്നാവാൻ വേണ്ടി രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഉള്ളിയും വെണ്ടയ്ക്കും ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പരിപ്പായിട്ടുണ്ടോ നോക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയായതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ തേങ്ങേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. കറിയിൽ ഡയറക്റ്റ് ഇടുന്നതിനേക്കാളും ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നമുക്ക് വേറൊരു കുക്കർ എടുത്തിട്ട് വെജിറ്റബിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
മുരിങ്ങക്കായ ഇട്ട് കൊടുത്താൽ അത് അധികം വെന്ത് പോകുന്നതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലൊരു ചെറിയ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു അര സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു വിസിലിട്ടെടുക്കണം. ഒരു വിസിൽ മാത്രം ഇട്ടാൽ മതി. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ കുക്കർ ആയിട്ടുണ്ട്. ഇത് ഒരു വിസിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുരിങ്ങക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വാട്ടി വെച്ച വെണ്ടയ്ക്കയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂൺ സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ മല്ലിയും കുരുമുളകും എല്ലാം ഇട്ടതുകൊണ്ട് 1.5 സ്പൂൺ സാമ്പാർ പൊടി മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ തേങ്ങ കാലിയായി വറുത്തെടുക്കുകയാണെങ്കിൽ 3 സ്പൂൺ സാമ്പാർ പൊടിയെങ്കിലും ചേർത്ത് കൊടുക്കണം. ഈ അളവിൽ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.